ഒരു സമയത്ത് നമുക്ക് ഗ്യാസിന് വില കൂടുന്നു എന്നുള്ള പ്രശ്നം കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. ഇപ്പം പൈസ കൊടുത്താൽ ഗ്യാസ് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അടുക്കള പുകയുമോ എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ ഇനി ഗ്യാസ് ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ. യുദ്ധം കൊണ്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഗ്യാസ്. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈലൊക്കെ കൂടുതൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്പീച്ച് ശരിയാകാറില്ല. സംസാരിച്ചാലും അത് ക്ലിയർ ആകാറില്ല. എൻ്റെ മോൻ ഇത്തിരി ഡിലേ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സ്പീച്ച് തെറാപ്പിക്ക് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞു തന്ന ഒരു എക്സസൈസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അവർ ഒട്ടും സംസാരിക്കാത്ത കുട്ടികൾക്കൊന്നും ഇത് ചെയ്താൽ ഫലപ്രദമാവില്ല. പക്ഷേ ഇപ്പം കുട്ടികൾ സംസാരിക്കുന്നത് ക്ലിയർ ആകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എൻ്റെ മോനിക്ക് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ അറിയില്ലായിരുന്നു. അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമല്ലോ ഡോക്ടർ. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു തെറാപ്പി വളരെ എഫക്റ്റീവാണെന്ന് ഡോക്ടർ പറഞ്ഞത് ചെയ്തു നോക്കിയപ്പോൾ നല്ല എഫക്റ്റായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 2 ബഡ്സ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നമ്മൾ നാക്ക് പുറത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വലിക്കുക. ഒരു 15 പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യുക ദിവസത്തിൽ. ഒരു ദിവസം ഒരു 15 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ നാക്കിൽ ആ ഒരു വഴങ്ങൽ, നമ്മൾ സംസാരിക്കുമ്പം ആ ഒരു വാക്കുകൾ നല്ല രീതിയിലായി വരാനായിട്ട് സഹായിക്കും. ഇപ്പം നമ്മളിപ്പോൾ കാല് വേദന വന്നാൽ നമ്മൾ തെറാപ്പി ചെയ്ത് മാറ്റുന്ന പോലെ തന്നെ നമുക്കുള്ളതാണ് നാക്കിനും ഈ ഒരു തെറാപ്പി കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് പല രീതിയിലുള്ള ജ്യൂസുകൾ കുടിക്കാറുണ്ട് അല്ലേ. ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ, അൾസർ, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ മാറുവാനും അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ മാറുവാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. നെല്ലിക്ക, ഇഞ്ചി, കറിവേപ്പില, കാന്താരി മുളക് ഉണക്കി പൊടിച്ചതാണ്, ഒരു നുള്ളിട്ട് കൊടുക്കുക കേട്ടോ. കൊളസ്ട്രോളിനും വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ വയറിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ ഈ ഒരു ജ്യൂസ് ഇന്ദുപ്പ് കൂട്ടിയിട്ട്, ഇന്ദുപ്പ് മസ്റ്റായിട്ട് ഇടണം. എന്നിട്ടൊന്ന് നിങ്ങൾ കുടിച്ചു നോക്കും. ഈ ചൂട് സമയത്ത് നമുക്ക് ഓരോ രീതിയിൽ തന്നെ ജ്യൂസ് കുടിച്ച് മതിയാവുമ്പോൾ ഹെൽത്തിന് ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു ജ്യൂസ് വേറെ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ വേനലിൽ കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ 2 ഡ്രിങ്കാണ്. നമ്മൾ ജ്യൂസൊന്നും അടിക്കേണ്ട. മല്ലി വെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലി എടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. എന്നാൽ നമ്മൾ PCOD, നമ്മളുടെ എന്താ പറയുക, തൈറോയ്ഡ് നിയന്ത്രിക്കാൻ നമ്മൾ വെള്ളം എപ്പോഴും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മളെ ഹെൽത്തിന് ഇത്തിരി കൂടി ബെനിഫിറ്റ് ആക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രിങ്കൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ തൈറോയ്ഡ് നല്ല രീതിയിൽ കൺട്രോൾ ആകാനും അതുപോലെ PCOD ഉള്ളവർക്കും വളരെ നല്ലതാണ് ഈ ഒരു മല്ലി ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പല രീതിയിൽ, ഒരു ദിവസം ഒന്നാണെങ്കിൽ ഒരു ദിവസം വേറെ ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പട്ടയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ആകാൻ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനായിട്ട് ഇപ്പം നമുക്ക് പുറത്തിറങ്ങി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസ്വസ്ഥതകളാണ്. പനിയായിട്ടും ചുമയായിട്ടും ചൊറിച്ചിലായിട്ടും പല രീതിയിലുള്ള ബാക്ടീരിയയും ഫംഗസുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചുമ വന്നിട്ട് തന്നെ എത്ര നാൾ ചുമച്ചിട്ടാണ് ഒന്ന് മാറുന്നത്, എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും മാറില്ല. അപ്പോൾ നമ്മളെ പ്രതിരോധ ശേഷി നല്ല സ്ട്രോങ് ആണെങ്കിൽ ഇതൊന്നും നമുക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വെള്ളങ്ങൾ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ കുറച്ച് ടിപ്പുകൾ. അത് നമ്മൾ ഇപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കുറേ ടിപ്സുകൾ, സ്പൂണ് കൊണ്ടുള്ള ടിപ്സ് വരെയും കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് അഭിപ്രായം കുറേ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല യൂസ്ഫുള്ളായിരുന്നെന്ന്. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ മുട്ട പുഴുങ്ങാനിടുമ്പം ഈ ഒരു നാരങ്ങത്തൊലി ഇട്ട് കഴിഞ്ഞാൽ ആ ഇടുന്ന പാത്രം കറുത്തു പോകില്ല. ഇപ്പം സ്റ്റീൽ പാത്രമാണെങ്കിലും അലൂമിനിയം പാത്രമാണെങ്കിലും മുട്ട പുഴുങ്ങാനിടുമ്പം ആ ഒരു പാത്രത്തിൽ ഒരു പോലെ വരും അല്ലേ. അത് വരാതിരിക്കുവാനും അതുപോലെ തന്നെ മുട്ട നല്ലതുപോലെ പൊട്ടിക്കുമ്പോൾ നല്ല ഷേപ്പിന് മുട്ട പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ തന്നെ പുഴുങ്ങി കിട്ടുവാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പോ അല്ലെങ്കിൽ പുട്ടോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പാത്രം വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ്, മുട്ട,
അതുപോലുള്ള പച്ചക്കറികളൊക്കെ ആവി കയറ്റാൻ വെക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അപ്പോൾ അറ്റ് ദ ടൈം നമുക്ക് 2-3 കാര്യങ്ങൾ ആയി കിട്ടുന്നതാണ്. കണ്ടില്ലേ, നല്ല പോലെ തന്നെ മുട്ടയുടെ തോട് പോയി കിട്ടാനായിട്ട് ഈ ഒരു നാരങ്ങത്തൊലി ഇടുമ്പം സഹായിക്കുന്നതാണ്. അത് മുട്ട പൊട്ടിപ്പോയി അത് പുറത്തേക്ക് പോകാണ്ടിരിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള പച്ചക്കറികളും അതുപോലുള്ള ഇപ്പം പഴം പുഴുങ്ങ, മുട്ട പുഴുങ്ങ, ഉരുളക്കിഴങ്ങ്, പച്ചക്കറി ആവി കയറ്റാനായിട്ട് ഒരു തട്ടിൽ വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നാണ് ഇത് നമ്മൾ വാഴയിലയിൽ അറ്റ് ദ ടൈം നമുക്കൊരു 30-35 ഇപ്പം നമുക്കിവിടെ ഒരു 30 ഇടിയപ്പം മതി. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് ആ ഒരു ഇപ്പം നമ്മളിപ്പം 15 ഇടിയപ്പം വെച്ചിട്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പം നമ്മൾ 3 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എത്ര ഗ്യാസാണ് നമുക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ ഇത് ഒരു സമയം തന്നെ നമുക്ക് 30-35 ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഗ്യാസ് ഇല്ല എന്നുള്ള ഒരു ഇഷ്യൂ കൊണ്ട്. ഇപ്പോൾ ഒരു മാസത്തേക്ക് കൂടി നമുക്ക് ഗ്യാസ് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും വളരെ ബുദ്ധിമുട്ടിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഇടിയപ്പം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് അടിയിലുള്ള ഇടിയപ്പത്തിന് ഒരു 2 മിനിറ്റ് ആവി കൊണ്ടതിന് ശേഷം മാത്രമേ മേളിലേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ. ഓരോ ലെയറും വെച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ 5 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയർ അല്ലെങ്കിൽ അപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഇടിയപ്പം അമുങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ തട്ട് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇടിയപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഐഡിയയിൽ തന്നെ നമുക്ക് പല രീതിയിൽ ഇപ്പം നമ്മളിപ്പം വാഴയില കൊണ്ട് ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് അടുത്ത ടൈം ഇപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുകുറ്റി 5 പുട്ട് വേണമെങ്കിൽ 5 പ്രാവശ്യം നമ്മൾ ആവി കയറ്റി എടുക്കണ്ടേ. അപ്പോൾ ആ ഒരു ഗ്യാസ് അത്രയും നഷ്ടമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്പച്ചമ്പിൽ നമ്മൾ വെറുതെ വിതറി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് എനിക്ക് അത്ര തൃപ്തിയല്ല. പുട്ടായിട്ട് കഴിക്കുമ്പോഴാണല്ലോ ഒരു രസം. അപ്പോൾ ആ ഒരു നമുക്കിപ്പോൾ വാഴയില ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് ഇല്ലേ, നമ്മളെ സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് പുട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കമത്തി ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പുട്ടിൻ്റെ ആ ഒരു ഷേപ്പിനും അതുപോലെ തന്നെ അതേ ടേസ്റ്റിനും കിട്ടുന്നതാണ്. ഇല്ല നിങ്ങൾക്ക് പുട്ടിന് ഷേപ്പ് ഒന്നും വേണ്ടെങ്കിൽ ഈ ഇടിയപ്പത്തെ തട്ടി തന്നെ പുട്ടിട്ട് കൊടുത്ത് ആവി കയറ്റിയാൽ മതി. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം ഇതിപ്പോൾ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് അത്രയും വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് മസാലകൾ എപ്പോഴും ആവശ്യമാണ് അല്ലേ. സവാള വഴറ്റി നമ്മൾ മസാലകൾ ഉണ്ടാക്കിയാണ് എല്ലാം. ഇപ്പോൾ കടലയാകട്ടെ, ഇറച്ചിക്കറി ആകട്ടെ, മുട്ടക്കറി ആകട്ടെ, ഏതൊരു കറിക്കും നമ്മൾ മസാല ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ആ ഒരു മസാല നമ്മൾ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് വേവിച്ച് വഴറ്റി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ പാത്രത്തിലിട്ട് വഴറ്റുന്നതിനേക്കാളും സ്പീഡിന് നമുക്ക് കുക്കറിൽ വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ എല്ലാ മസാലകളും തക്കാളിയും എല്ലാം ഇട്ടതിന് ശേഷം ഒരൊറ്റ വിസിൽ അടുപ്പിക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ഞാൻ ഓൾറെഡി ഇതുപോലെ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നമ്മളിപ്പോൾ മുട്ടക്കറി ആകട്ടെ, ചിക്കൻ കറി ആകട്ടെ, കടലക്കറി ആകട്ടെ, സെയിം മസാലയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി എരിവ് കൂട്ടണമെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഗ്യാസ് ലാഭിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറച്ചധികം മസാല നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഇപ്പം 1/2 കിലോ സവാള എടുത്തിട്ട് വഴറ്റി ഇതുപോലെ അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ക്യൂബ്സായിട്ട് നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ കുറച്ചധികം നമ്മൾ ഇതുപോലെ മസാല ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഒരു പാത്രത്തിലും കൂടെ കുറച്ച് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് ചിക്കനിലേക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുത്ത് 2 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി ആണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ സവാള ഇട്ട് വഴറ്റി തക്കാളി ഇട്ട് വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ ഗ്യാസ് എത്രത്തോളം നമുക്ക് ചിലവാകുമോ എന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ
പക്ഷേ ഈ ഒരു ഒറ്റ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? മുട്ടയാകട്ടെ, കടലയാകട്ടെ, ഇറച്ചിയാകട്ടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് ഒട്ടും കിട്ടിയില്ലെങ്കിലും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? നമുക്കൊരു 2-3 ചിരട്ടയോ അല്ലെങ്കിൽ പറമ്പിലുള്ള 2-3 തടിക്കഷ്ണങ്ങളോ കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഒരു ദിവസം മൊത്തം നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും. നമ്മളെ ആവശ്യങ്ങൾ മൊത്തം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതും കറണ്ടും വേണ്ട, ഗ്യാസും വേണ്ട. നമ്മൾ പഴയതായിട്ട് ഇരിക്കുന്ന ചട്ടി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഇപ്പം 10 പൈസ ചിലവില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു പാട്ട, വളരെ പഴയ ഒരു പാട്ടയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും പൈസ ചിലവാക്കാതെ തന്നെ ഒരു അടപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു പാട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈയൊക്കെ സൂക്ഷിക്കണം മുറിക്കുമ്പം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുട്ടികളൊന്നും ചെയ്യരുത്, മുതിർന്നവർ നല്ലപോലെ അറിയാവുന്നവർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. നല്ലതുപോലെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. ഈ ഒരു അടപ്പ് നിങ്ങൾ കണ്ടു വെച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന സമയങ്ങളിൽ ഇത് വളരെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെ ആയിരിക്കും കേട്ടോ. അത്ര അടിപൊളിയായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പം ടിപ്പ് എന്നല്ല, നമുക്കിത് സാഹചര്യം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇനി വരുന്നത്. അപ്പോൾ ചെറിയ പൊടിമെറ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം സിമെൻറ്റ് ഇട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ആ മെറ്റൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടപ്പായിട്ട് കത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിപ്പം ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയാണ് കുറച്ച് സിമെൻറ്റും മെറ്റലും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കാലത്തേക്കും ഒരു അടപ്പായി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു അടുപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ ഗ്യാസിന് ക്ഷാമം ഇല്ലെങ്കിലും നമുക്ക് വെള്ളം ചൂടാക്കാനൊക്കെ വളരെ എളുപ്പം. അതുമല്ല ഈ ഒരു മെറ്റലും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ ചൂടാകും. ചുറ്റിനും മെറ്റലാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗ്യാസിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മളുടെ പാചകങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ആ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ പഴയ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നല്ല ഫ്ലോ ആയിട്ട് കത്തിക്കാൻ പറ്റുകയുള്ളൂ. 2-3 ചിരട്ട, അല്ലെങ്കിൽ ഇതുപോലെ പറമ്പിലൊക്കെ എന്തെങ്കിലും മരങ്ങളൊക്കെ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2 കഷ്ണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത് കത്തിച്ചെടുക്കാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ കത്തുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഫുഡായി കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് വെള്ളം നമ്മൾ ആദ്യം, ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ചധികം ഒരു ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് വെക്കുക. എന്നിട്ട് ആ വെള്ളം നമ്മളെല്ലാം, ആ തിളച്ച വെള്ളം എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കുക്കായി കിട്ടാനായിട്ട് സഹായിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു സബ്സ്ക്രൈബർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് ലാഭിക്കാൻ പറ്റി എന്നുള്ളത്. ആ വീഡിയോ കാണണമെങ്കിൽ സ്പൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതൊന്ന് കണ്ടു നോക്ക്. ഗ്യാസ് ലാഭിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്സുകൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് നമുക്ക് കത്തി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അത് നമ്മൾ ഗ്യാസിലൊരു 10 മിനിറ്റ് ആണെങ്കിൽ ഇതിൽ 10 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ചൂടായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ആ ഒരു സ്റ്റാൻഡ് വെക്കാതെ വെച്ച് കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് തീ കെട്ടുപോകും. ഇതുപോലെ അതിൻ്റെ മേളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം മാത്രമേ കത്തിക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തീ കത്തുകയുള്ളൂ. നല്ല സേഫായിട്ടുള്ള നല്ലൊരു സ്ഥലത്ത് വെക്കുക. കുട്ടികളെ ശ്രദ്ധിക്കണം. ഗ്യാസ് ഇല്ലാതെയാകുമ്പോൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കുക. സൂത്രം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലൊരു അടുപ്പ് ഉണ്ടാക്കി വെച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ ഇനി ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ എയർ ഫ്രയർ, ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, മിനിറ്റുകൾക്കുള്ളിൽ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി
നമുക്ക് മീൻ കറിയാകട്ടെ ഇറച്ചിക്കറിയാകട്ടെ നല്ല ടേസ്റ്റിനും ഹെൽത്തിനും അതുപോലെ തന്നെ പെട്ടെന്നും ഒറ്റയടിക്ക് തന്നെ നമ്മൾ എല്ലാ പണികളും കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുന്നത് വരെയും എല്ലാ പണികളും ചെയ്ത് അങ്ങോട്ട് എടുക്കുക. മീൻകറിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിലുണ്ടാക്കിയാൽ ഏതൊരു കറിയും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.